ഗ്രഹബാധയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ആയുർവേദത്തിലെ ഉന്മാദ അപസ്മാര രോഗങ്ങളിൽ പലവിധങ്ങളായ ഗ്രഹങ്ങൾ, അത് നാടൻ ഭാഷയിൽ കിരീകങ്ങൾ എന്ന് പറയും. ഗ്രഹമെന്ന ശബ്ദത്തിൽ നിന്ന് ആയിരിക്കണം കിരീകം എന്ന് വന്നിട്ടുള്ളത്. അതിൽ 4 വിധ കിരീകങ്ങളെക്കുറിച്ച് ദീപോൽ കിരീകം വരെ നമ്മൾ കാണുകയുണ്ടായി. ഇനി പിശാച കിരീകം. പിശം അശിതി ഇതി പിശാചഹ എന്നാണ് നിരുക്തം സംസ്കൃത ശബ്ദത്തിൽ. മാംസത്തെ തിന്നുന്നത്, മാംസത്തെ ബാധിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. മാംസധാതുവിൽ കടന്നുകൂടി ആ ധാതുവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അതിലെ സ്രോതസ്സുകളെയെല്ലാം ബാധിച്ച് വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒട്ടേറെ സൂക്ഷ്മോപജീവികളുണ്ട് എന്ന് വളരെ പൗരാണിക കാലത്തു തന്നെ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ തന്നെ വൈദിക കാലത്തിന് മുമ്പ് മുതൽ പ്രസിദ്ധമാണ്. പിശാച ഗ്രഹം അല്ലെങ്കിൽ പിശാച കിരീകം ഈ കിരീകം ബാധിച്ചാൽ സ്വഭാവത്തിൽ വരുന്ന നിർണായകമായ ഒരു മാറ്റം വരുന്നവരെ തുപ്പുക എന്നുള്ളവരാണ്. മുമ്പിൽ വന്ന ആളിന് മുഖത്തേക്ക് തുപ്പും. കുട്ടികളിൽ കാണുന്ന ഈ പ്രകൃതങ്ങളെയൊക്കെ അറിഞ്ഞ് ഏത് തലങ്ങളിലാണ് ഈ കിരീകം ബാധിച്ചത്, അതിൽ നിന്ന് എങ്ങനെ ആ കുട്ടിയെ മോചിപ്പിക്കാം എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ചിന്തിച്ചില്ലെങ്കിൽ കാലാന്തരത്തിൽ ഈ ബാധിച്ച കിരീകത്തിൻ്റെ സൂക്ഷ്മജീവിയുടെ അമിനോ അമ്ലങ്ങൾ മാറുകയും പെരുമാറ്റവിശേഷങ്ങൾ സ്ഥിരമാവുകയും ബിഹേവിയറൽ ഡിസീസസ്, സ്വഭാവ വൈകല്യങ്ങൾക്ക്, വൈകൃതങ്ങൾക്ക് കാരണമാവുകയും വ്യക്തി അവൻ്റെ വ്യക്തിതലങ്ങളിലും കുടുംബതലങ്ങളിലും സ്വഭാവതലങ്ങളിലും വ്യതിയാനമുണ്ടാക്കുകയും ചെയ്യും. ആഹാരം, പെരുമാറ്റ രീതികൾ, ലൈംഗികതയിലുള്ള ഭാവതലങ്ങൾ, ഇവയൊക്കെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഈ തലമുറയിലേക്ക് വരുത്തിയ മാറ്റങ്ങൾ പഠനവിധേയമാക്കി നോക്കുമ്പോഴാണ് ഈ പ്രാചീന പഠനങ്ങൾക്ക് അതീവ പ്രാധാന്യം വരുന്നത്. കുട്ടിക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ കുട്ടികൾ വളർന്ന് സ്വഭാവ വൈകല്യങ്ങളിലൂടെ നീങ്ങിക്കഴിഞ്ഞ് അവരുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകളിലും എൻസൈമുകളിലും വരെ സൂക്ഷ്മജീവികൾ പരിണാമം വരുത്തി കളിക്കുമ്പോൾ മാതാപിതാക്കൾക്കും ചുറ്റുപാടുമുള്ള മുതിർന്നവർക്കും അധ്യാപകർക്കും നിയമത്തിനുമൊക്കെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ.
ആരോഗ്യം ജനകീയമായി തീരുകയും ആരോഗ്യത്തിൻ്റെ പ്രകൃതിപരമായ മൗലികങ്ങളായ കാര്യങ്ങളെ സാർവജനീനമായി മനസ്സിലാക്കുകയും അതിനനുഗുണമായ ആഹാരം, വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശവും കൂടിയാണ്. വികാരവും വിചാരവുമെല്ലാം മനസ്സിൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള തലവും മസ്തുളങ്കത്തോട് ചേർന്നുള്ള തലവും ശരീര സർവവ്യാപകമായ തലവും ചേർന്നാണ് നിൽക്കുന്നത്. ഭേളൻ്റെയും ചരകസുശ്രുതാദികളുടെയും ഒക്കെ ഏറ്റവും പ്രാചീനങ്ങളായ പഠനങ്ങളിൽ വ്യക്തങ്ങളായ നിർദ്ദേശങ്ങൾ ഈ നിലയിൽ നൽകിയിട്ടുമുണ്ട്. അവിടെയാണ് കിരികബാധിതനെ സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കി വളരെ നേരത്തെ വൈകൃതങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കേണ്ടത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, വൈദ്യശാസ്ത്രം കച്ചവടക്കാരുടെയും ഔഷധ വിപണന രംഗത്തിൻ്റെയും അതിനനുകൂലമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഗവേഷണങ്ങളുടെയും അതിനെ ആശ്രയിച്ച് വികസിച്ചിട്ടുള്ള വൈദ്യ വിപണന രംഗത്തെ ആളുകൾ കണ്ടെത്തുന്ന ഔഷധങ്ങളെ കുറിച്ചു കൊടുക്കുവാൻ പഠിച്ചിട്ടുള്ള ഭിഷഗ്വരന്മാരുടെയും തലങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. വൈദ്യശാസ്ത്രം സാർവജനീനമാണെന്നും അതിനെക്കുറിച്ചുള്ളൊരറിവ് ജനതയ്ക്കാകെ വേണമെന്നുമുള്ള കാര്യത്തിൽ നാം ഏതാണ്ട് പിന്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചുരുക്കം ആളുകളെ ചേർത്ത് വച്ചുള്ള, അവർ മാത്രം പഠിച്ചിരിക്കേണ്ട, അവരെ പൂർണ്ണമായി വിശ്വസിക്കേണ്ട ഒരവസ്ഥയിലാണ് ജനത ഇന്ന്. ഫലമായി ശാസ്ത്രലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ബയോകെമിക്കൽ ഭക്ഷണങ്ങൾ, അവയിലൂടെ കടന്നുവരാവുന്ന ഒട്ടേറെ അണുകങ്ങളുടെ പ്രവർത്തനം, ഇവയൊക്കെ നമ്മെ ഇന്ന് ഒരളവ് വരെയെങ്കിലും വൈദ്യവിരോധികളാക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ലോകമെമ്പാടും, പ്രത്യേകിച്ച് FDA നിലനിൽക്കുന്ന അമേരിക്കയിൽ പോലും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റൂൾ, അവിടെ ബയോകെമിക് ഫുഡിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫുഡിലേക്ക് വലിയൊരു പരിണാമം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ ഹെററ്റിക്കുകൾ വിപുലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അതിൻ്റെ സൂചനകൾ, പ്രത്യേകിച്ചും മണിപ്പാലിൽ നിന്ന് ഡോക്ടർ ഹെഗ്ഡെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ വ്യക്തമായ ഭക്ഷണ രീതി, വ്യക്തതയുള്ള ഒരു ഔഷധ നയം, ഇതൊക്കെ നമുക്ക് അനിവാര്യമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ എസൻഷ്യൽ ഡ്രഗ് പോളിസി തന്നെ വളരെ ശ്രദ്ധിച്ച്
കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലാണ് ഇന്നിരിക്കുന്നത്. ഇത്തരുണത്തിലാണ് പ്രാചീന പഠനങ്ങളെ നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത്. ജനജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കൗടുംബികമായി വികസിച്ച ഒരു പന്ഥാവ് അതിനുണ്ട്.